ഹായ് എവരി വൺ. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. 1-2 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കിന്ന് ചെയ്യണം. അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഡിഗ്രി പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ സമയം പോലെ കണ്ട് തീർക്കണം. കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾ നോക്കുക. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. നിങ്ങൾക്കിടെ നിർദ്ദേശങ്ങളും കമൻറ്റും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണ്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണ്? അത് ഓപ്ഷൻ ഡി ആണ്, ശ്രീ യു ഷറഫ് അലി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് യു ഷറഫ് അലി. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത്. ഈ ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് റിപ്പീറ്റായിട്ട് വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്, ഷെയ്പ്പ് എന്നുള്ളത്, SHAPE. ഇനി ഇതിലുള്ളത് ഏതൊക്കെയാണ്? രംഭ LB, പിന്നെ ചാസ്റ്റേ, ഇൽസ എന്നിവയാണ് ഈ ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെട്ടത്. നോർത്തോണം ഇല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ സി P. വത്സലയ്ക്കാണ്. ആർക്കാണ്? P. വത്സലയ്ക്കാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. 2021 ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്? അത് P. വത്സലയ്ക്കാണ്. 2021 P. വത്സല. ഇനി 2022 ആർക്കാണ് കിട്ടിയത്? സേതുവിനാണ് കിട്ടിയത്. 2022 സേതു. 2023 SK വസന്തൻ. ഇനി 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് NS മാധവൻ. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം 2021 P. വത്സല, 2022 സേതു, 2023 SK വസന്തൻ, 2024 NS മാധവൻ എന്നിവർക്കാണ് കിട്ടിയത്. ഇനി ഈ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി കിട്ടിയത് ആർക്കാണ്? എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി കിട്ടിയത് 1993 എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി കിട്ടിയത് 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ശൂരനാട് കുഞ്ഞൻപിള്ള. ഇനി രണ്ടാമത് ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ അത് 1994 തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് 1993, രണ്ടാമത് കിട്ടിയത് 1995 തകഴി ശിവശങ്കര പിള്ളയ്ക്ക്. ഇനി ആദ്യമായി കിട്ടിയ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് 1995 ബാലാമണിയമ്മയ്ക്കാണ്. അപ്പോൾ ആദ്യമായി കിട്ടിയ വനിത ആരാണ്? ബാലാമണിയമ്മയാണ്. 1995 ബാലാമണിയമ്മയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യമാണ്. സാഹിത്യത്തിൽ വ്യക്തിഗത പുരസ്കാരമാണ് നൽകുന്നത്. പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ചോദിച്ചാൽ അത് 1993 ആരാണ് നൽകുന്നത്? കേരള സർക്കാരാണ് നൽകുന്നത്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ്. അപ്പം എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക്. നിലവിൽ അവസാനമായിട്ട് കിട്ടിയത് ആർക്കാണ്? അത് NS മാധവനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓൾവേസ്
എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാടാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തതേത്? നോക്കിക്കേ, എഴുത്തച്ഛൻ പുരസ്കാരത്തിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻ വന്നിരിക്കുക അല്ലേ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ സേതുവിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ നോക്കിക്കേ, നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയവരും അവരുടെ കൃതികളും നമ്മളൊന്ന് നോക്കി വെക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സേതുവിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്, നിഴലുറങ്ങുന്ന വഴികൾ എന്നുള്ളത്. അപ്പം നോക്കിക്കേ, സേതുവിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? പേടി സ്വപ്നം സേതുവിൻ്റേതാണ്. കൈമുദ്രകൾ, അടയാളങ്ങൾ, ഇവയെല്ലാം സേതുവിൻ്റെ കൃതികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? അത് ഓപ്ഷൻ ബി ആണ്, ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23-നാണ് ഇന്ത്യ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ചന്ദ്രയാൻ 3-ൻ്റെ സക്സസ്ഫുൾ ലാൻഡിങ്ങിനോട് അനുബന്ധിച്ചാണ്. എന്നാണ് ചന്ദ്രയാൻ 3 ഓഗസ്റ്റ് 23-നാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സക്സസ്ഫുൾ ലാൻഡിങ്ങിനോടനുബന്ധിച്ചാണ് നമ്മൾ ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഓഗസ്റ്റ് 23 ആചരിക്കാൻ തീരുമാനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കാണുക. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാരാണ്? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് ആരാണെന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു. ശരിയാണ്, വൈകുണ്ഠസ്വാമിയാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ശരിയാണ്. മനുഷ്യത്വമാണ്ട മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. തെറ്റാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അല്ലേ, ആദ്യത്തെ നവോത്ഥാന സംഘടനയായിട്ടാണ് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് തന്നെ കണക്കാക്കുന്നത് സമത്വ സമാജമാണ് വൈകുണ്ഠസ്വാമികളുടെ. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് 1A ആണ്. 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പം മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞത് ആരാണ്? മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി? ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. കായലുകളും ബന്ധമില്ലാത്തതാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. തെറ്റാണ്. താരതമ്യേന വീതി കൂടുതൽ. തെറ്റാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? അത് B ആണ്. 2ഉം 3ഉം. ഇത് പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധമില്ലാത്തതാണ്. ബന്ധമുള്ളത് ഏതൊക്കെയാണ്? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അതുപോലെ തന്നെ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A ആണ്. ഏതാണ്? 1853-ലാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്. 1853-ലാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്.
എവിടെ തൊട്ട് എവിടെ വരെ ആയിരുന്നു? ബോംബെ ടു താനെ ആയിരുന്നു അല്ലേ? ബോംബെ ടു താനെ ആയിരുന്നു 1853. 1853 ഏപ്രിൽ 16-നാണ്. 1853 ഏപ്രിൽ 16-നാണ് ബോംബെ മുതൽ താനെ വരെ, എവിടെ വരെയായിരുന്നു? ബോംബെ ടു താനെ, ബോംബെ മുതൽ താനെ വരെ ഏകദേശം 33.8 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു ആദ്യത്തെ ട്രെയിൻ സർവീസ് തുടങ്ങിയത്. 1853 ഏപ്രിൽ 16 ബോംബെ മുതൽ താനെ വരെ 33.8 കിലോമീറ്റർ. ഇവിടെയാണ് അന്നാണ് നമുക്ക് ആദ്യമായിട്ട് ഇന്ത്യൻ റെയിൽവേ വരുന്നത്. ഇനി അത് ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു അല്ലേ? ഇന്ത്യൻ റെയിൽവേയെ ദേശസാൽക്കരിച്ചത് എന്നാണ്? 1951-ലാണ് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കാം, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഡൽഹൌസിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡൽഹൌസിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? അത് ഇന്ത്യൻ റെയിൽവേയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേയും, അതുപോലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം ചോദിച്ചാൽ USA ആണ് കേട്ടോ. ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം ചോദിച്ചാൽ അത് USA ആണ്. അപ്പോൾ ഇന്ത്യയിൽ എന്നാണ് ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1853 ഏപ്രിൽ 16-നാണ്. ബോംബെ മുതൽ താനെ വരെയാണ് ആദ്യത്തെ റെയിൽ സർവീസ്. ഏകദേശം 33.8 അല്ലെങ്കിൽ 34 കിലോമീറ്റർ ആയിരുന്നു ദൂരമെന്ന് പറയുന്നത്. ഓക്കെ. ഇനി കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എന്നാണ്? അത് 1861-ലാണ്. എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? തിരൂർ മുതൽ ബേപ്പൂർ വരെയായിരുന്നു. തിരൂർ മുതൽ ബേപ്പൂർ വരെ. ഇന്ത്യയിൽ 1853-ലും കേരളത്തിൽ 1861-ലുമാണ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? അത് ചാറിയയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ചാറിയ. അടുത്ത ക്വസ്റ്റ്യൻ. 1959-ൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല. 1959-ൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല എന്നാണ് 1959 ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ്? അത് ജർമ്മനിയുടെ സഹായത്തോടെയാണ് നിലവിൽ വന്നത്. ഈ ഇരുമ്പുരുക്ക് ശാലകൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 ഇത് 4 ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും തന്നെ കാണില്ല. അപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളെക്കുറിച്ചൊന്ന് പഠിക്കാം. നോക്കിക്കേ, ആദ്യം നമുക്കിവിടെ ഇരുമ്പുരുക്ക് ശാലകളുടെ പേരെഴുതാം. ഇരുമ്പുരുക്ക് ശാല. ഇനി ഇത് ഏത് സംസ്ഥാനത്താണെന്ന് എഴുതാം. സംസ്ഥാനം, അതുപോലെ തന്നെ രാജ്യം. സഹായിച്ച രാജ്യമാട്ടോ എഴുതുന്നേ. സഹായിച്ച രാജ്യം, സഹായിച്ച. ഇനി വർഷം, തുടങ്ങിയ വർഷമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ബൊക്കാറോ, ഒന്നാമത്തേത് ഏതാണ്? ബൊക്കാറോ ഏത് സംസ്ഥാനത്താണ്? ഝാർഖണ്ഡ്. ബൊക്കാറോ ഝാർഖണ്ഡ്. ഇനി സഹായിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ് സഹായിച്ചത്. 1964-ലാണ്. നോക്കിക്കോ, ബൊക്കാറോ ഝാർഖണ്ഡ്, റഷ്യ. ബൊക്കാറോ ഝാർഖണ്ഡ്, റഷ്യ 1964. ഇനി 2 ഭിലായി എവിടെയാണ്? അത് ഛത്തീസ്ഗഡിലാണ്. ഭിലായി ഛത്തീസ്ഗഡ്. സഹായിച്ച രാജ്യം ഏത് തന്നെയാണ്? റഷ്യ തന്നെയാണ്. 1959-ലാണ്.
അടുത്തത് മൂന്നാമത്തേതാണ് ദുർഗാപൂർ. ദുർഗാപൂർ ഏത് രാജ്യത്താണ്? അത് പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിൽ സഹായിച്ച രാജ്യം ഏതാണ്? ബ്രിട്ടനാണ് സഹായിച്ച രാജ്യം. ബ്രിട്ടൻ. വർഷം ഏതാ? 1959 തന്നെയാണ്. അടുത്തത് നാലാമത്തേതാണ് റൂർക്കേല. റൂർക്കേല സഹായിച്ച രാജ്യം ഏതാണ്? റൂർക്കേല ഏതാണ്? നമ്മുടെ ഏത് സംസ്ഥാനത്താണ് റൂർക്കേല? ഒഡീഷ. സഹായിച്ച രാജ്യം ജർമ്മനി. വർഷം ഏത് തന്നെയാണ്? 1959 തന്നെയാണ്. അപ്പോൾ നോക്കിക്കേ, ബൊക്കാറോ ജാർഖണ്ഡ്, റഷ്യ 1964. 1964 ഒരു ഇരുമ്പുരുക്കിശാല വന്നത് ഏതാണ്? അത് ബൊക്കാറോ, റഷ്യയുടെ സഹായത്തോടെ ജാർഖണ്ഡിൽ വന്നു. അടുത്തത് ഭിലായി, ഛത്തീസ്ഗഡ്, റഷ്യയുടെ സഹായത്തോടെ 1959. ബാക്കിയുള്ള 3 ഏത് വർഷമാണ്? 1959 അല്ലേ? അപ്പോൾ ഭിലായി, ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടെ വരുന്നു. അതുപോലെ തന്നെ ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ്റെ സഹായത്തോടുകൂടി വരുന്നു. റൂർക്കേല ഒഡീഷ ജർമ്മനിയുടെ സഹായത്തോടെ. റൂർക്കേല ഒഡീഷ സംസ്ഥാനത്ത് സഹായിച്ച രാജ്യം ജർമ്മനി. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. അതിനെ സഹായിച്ച രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ഭിലായി ഛത്തീസ്ഗഡിലാണ്. സഹായിച്ച രാജ്യം റഷ്യയാണ്. അതുപോലെ തന്നെ ബൊക്കാറോ ജാർഖണ്ഡിലാണ്. സഹായിച്ച രാജ്യം റഷ്യയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം ഇത് ഇല്ലാത്ത ഒരു PSC പരീക്ഷയും ഇല്ല. അപ്പം നിങ്ങളിത് നല്ല പോലെ പഠിക്കണം. ഇതിന് എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ച് ഓർത്തിരിക്കാൻ പാകത്തിന് പഠിച്ചാൽ അതും നല്ലതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിലാണ്? ഏതാണ്? അത് നാഷണൽ വാട്ടർവേ 3 ആണ്. കൊല്ലം കോട്ടപ്പുറം നാഷണൽ വാട്ടർവേ 3. ഓപ്ഷൻ സി ദേശീയ ജലപാത 3. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നാഷണൽ വാട്ടർവേസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അത് ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ്. അടുത്തത് യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ മഹാത്മാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പുനഃസ്ഥാപന ശേഷിയുണ്ട്. ഉണ്ടല്ലേ, പുനഃസ്ഥാപന ശേഷിയുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ ചെലവ് കുറവാണ്. ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. തെറ്റാണല്ലേ. അടുത്തത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിൽ എത്രയാണ്? 6 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയത്? വെരി ഇമ്പോർട്ടൻറ്റ്. ആർട്ടിക്കിൾ 21A, അനുച്ഛേദം 21A. അടുത്തത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഓപ്ഷൻ ബി ആണ്, ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഭാഗം 4A. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? അത് ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ്? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഓപ്ഷൻ എ ആയിരുന്നു, കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. ദേശീയ പതാകയുടെ നീളം വീതി തമ്മിലുള്ള അനുപാതമാണ് ഓപ്ഷൻ ഡി 3:2 എന്നുള്ളത്. ഓപ്ഷൻ ഡി ആണ് 3:2 എന്നുള്ളത്.
അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാ? 1993 ഒക്ടോബർ 12. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005, ചോദിച്ചാൽ ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പറയുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ 21. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 21 ആണ് അല്ലേ. അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ കഴിയില്ലാത്തതാണ് ആർട്ടിക്കിൾ 20ഉം 21ഉം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? സത്യമേവ ജയതേ എന്നത് ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ദേവനാഗരി ലിപി. അടുത്തത്, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഓപ്ഷൻ ബി കടുവ. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്, ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിൽ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ ആണ്, രാമനമ്പി. അടുത്തത്, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഓപ്ഷൻ ഡി, രാജാറാം മോഹൻ റോയ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ അർജന്റീന. അർജന്റീന അല്ല കേട്ടോ. ഓപ്ഷൻ ബി അർജന്റീന അല്ല, ഓപ്ഷൻ ബി ബ്രസീലാണ് നമ്മുടെ ഉത്തരം കേട്ടോ. 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഓപ്ഷൻ ബി ബ്രസീലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയാണ് ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? 1919. ഓപ്ഷൻ സി ആണ് 1919. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ചോർച്ചാ സിദ്ധാന്തം ഓപ്ഷൻ ബി ദാദാഭായി നവറോജി. അടുത്ത ക്വസ്റ്റ്യൻ, സാരേ ജഹാൻ സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാൻ സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഓപ്ഷൻ ബി ആണ്, ഭക്രാനങ്കൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ഭക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പദ്ധതി. ഈ ഭക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കോട്ട് നമ്മളോട് ചോദിക്കാറാണ്. ഡാമുകളാണ് ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന് ബ്രിട്ടീഷ് കരി നിയമത്തിൻ്റെ എന്താണ്? ഓപ്ഷൻ എ ആണ്, റൗലറ്റ് ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ സി ഇടുക്കി.
അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയായ വനിതാ കായിക താരം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് ഓപ്ഷൻ ബി PT ഉഷ. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? കൊച്ചി മെട്രോ നിലവിൽ വന്നത് 2017 കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? അത് കിഴക്കോട്ടൊഴുകുന്ന നദി ഓപ്ഷൻ ബി പാമ്പാർ. ഏതൊക്കെയാണ്? 3 നദികളാണ്, കബനി, ഭവാനി, പാമ്പാർ. അടുത്ത ക്വസ്റ്റ്യൻ, പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? അത് ഓപ്ഷൻ സി ഭാരതപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയത് ഓപ്ഷൻ ബി നഞ്ചിയമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ ഡി ഇടുക്കി. അടുത്ത ക്വസ്റ്റ്യൻ, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? അത് ഇരവികുളം. ഓപ്ഷൻ ഡി ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. ശുദ്ധജല തടാകമോ? അത് ശാസ്താംകോട്ട കായലാണ് കേട്ടോ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായി വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. അടുത്ത ക്വസ്റ്റ്യൻ, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളി. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് ഓപ്ഷൻ ബി അരുവിപ്പുറം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് 1924. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകിയതാണ് ഓപ്ഷൻ സി അരയ സമാജം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് റെയിൽപാത ഓപ്ഷൻ ബി ബേപ്പൂർ ടു തിരൂര്. ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. അടുത്തത്, പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അത് കേളപ്പനായിരുന്നു. ഓപ്ഷൻ ഡി. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. 2024 ഒളിമ്പിക്സിൻ്റെ വേദി ഏതായിരുന്നു? അത് പാരീസ് ആയിരുന്നു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ. 1. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ എ. ശരിയാണ്, വിറ്റാമിൻ എ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നത് ജീവകം ഇ ആണ്. ശരിയാണ്. അടുത്തത്, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ജീവകം കെ ആണ്. കട്ട പിടിക്കാൻ കെ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? അത് സമ്പർക്കം മുഖേനയാണ്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? അത് സ്നേഹസ്പർശം പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്.
ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാമാണ്? ഫാഗോസൈറ്റോസിസ് എന്ന് വെച്ചാൽ എന്താണ്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ്. അപ്പോൾ ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ അത് മോണോസൈറ്റും ന്യൂട്രോഫില്ലുമാണ്. ഓപ്ഷൻ ഡി മോണോസൈറ്റ്, ന്യൂട്രോഫില്ല്. അടുത്ത ക്വസ്റ്റ്യൻ, പയറ് ചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയറ് ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി. അടുത്ത ക്വസ്റ്റ്യൻ, വനവിഭവം അല്ലാത്തത് ഏതാണ്? വനവിഭവം അല്ലാത്തത് ഇവിടെ ഏതാണ്? മണ്ണെണ്ണയാണ് അല്ലേ. അടുത്തത്, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? സൾഫർ ഡൈ ഓക്സൈഡ് ആണ് അമ്ലമഴയ്ക്ക് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അതിൻ്റെ ഉത്തരം ഇവിടെ ഇല്ല, അതൊരു കൺഫ്യൂഷനാണ്, അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ആണ് കേട്ടോ. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? അത് റൂദർഫോർഡാണ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക റൂദർഫോർഡ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ ഏതിൻ്റെയാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിന്. അടുത്തത്, ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പ് 18 ഓക്കെ. അപ്പം ഗ്രൂപ്പ് 18. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്, ജ്വലനത്തിന് ഓക്സിജൻ വേണം, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി വേണം, കൃത്രിമ ശ്വാസത്തിന് വേണം, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് വേണ്ട. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ഭക്ഷ്യവസ്തുക്കളിൽ ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തുവാണ് കാർമയോസിൻ. കാർമയോസിൻ. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയ ചലനമാണ് ഭ്രമണം, ഭ്രമണചലനം. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു ഓപ്ഷൻ എ രാകേഷ് ശർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം എന്താണ്? അത് ഓപ്ഷൻ ഡി അപവർത്തനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാഷ്പീകരണമാണ്. ഓപ്ഷൻ സി ബാഷ്പീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ് ഓപ്ഷൻ എ. ഏതൊക്കെയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം എന്ന് പറയുന്നത്? കാറ്റും തിരമാലയുമാണ്. പെട്രോളും കൽക്കരിയും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് അല്ല. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണ് പഠിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പഠിച്ച കാര്യങ്ങളെല്ലാം വീണ്ടും റിവൈസ് ചെയ്യുക. പഠിച്ച് മുൻപോട്ട് പോവുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.